കാസർഗോഡ് മഞ്ചേശ്വരത്ത് SDPI വോട്ട് വേണ്ടെന്ന് UDF പറയുമോ എന്ന മലപ്പുറം തവനൂരിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ KT ജലീൽ. തവനൂരിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് ഡീൽ. BJPക്ക് വോട്ട് കൂടുമ്പോൾ തന്റെ ലീഡ് വർദ്ധിക്കുമെന്നാണ് ചരിത്രമെന്നും 24ന്റെ ഗ്രൗണ്ട് സീറോയിൽ KT ജലീൽ പറഞ്ഞു. സംസ്ഥാനത്ത് ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന തവനൂരിലാണ് ഗ്രൗണ്ട് സീറോ. KT ജലീൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് തവനൂർ മണ്ഡലത്തിന്റെ പ്രത്യേകത. ഒപ്പം DCC പ്രസിഡന്റ് VS ജോയി എതിരാളിയായി എത്തിയതോടുകൂടി ശക്തമായ മത്സരത്തിനാണ് തവനൂർ സാക്ഷ്യം വഹിക്കുന്നത്. നമുക്കൊപ്പം KT ജലീൽ ചേരുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ മത്സരത്തിന്റെ ചൂടൊക്കെ? ഉഷാറാണ്. ഞാനിവിടെ 4ാമത്തെ തവണയാണല്ലോ മത്സരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ സ്ഥലവും മുക്കുമൂലയും അറിയാം, ആളുകളെ അറിയാം. ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് അവർക്കിടയിലുണ്ട്. അപ്പോൾ സംസ്ഥാന രാഷ്ട്രീയം കൂടി ചോദിക്കുകയാണ്, മുൻ മന്ത്രി കൂടിയാണല്ലോ. അപ്പം എന്താണ് LDFന്റെ ഒരു പ്രതീക്ഷ? LDF 3ാം തവണയും കേരളത്തിൽ അധികാരത്തിൽ വരും. കാരണം കേരളത്തിൽ LDF അധികാരത്തിൽ വരേണ്ടത് സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ആവശ്യമാണ്. വളരെ കുറച്ച് സമയം മാത്രമാണ് പ്രചരണത്തിന് കിട്ടിയത്. പക്ഷേ ഈ തുടക്കം മുതൽ തന്നെ UDF LDFനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പറയുന്നത് ഡീൽ ആരോപണമാണ്. BJPയുമായിട്ടുള്ള ഡീൽ ഉണ്ട് എന്ന് പല മണ്ഡലങ്ങളിലും എന്ന് പറയുന്നു. അതിനുശേഷം ഇപ്പോൾ SDPIയുമായി ഡീൽ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ നിരന്തരം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു നുണ 1000 തവണ ആവർത്തിച്ചാൽ അത് സത്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF അത് ചെയ്യുന്നത്. UDFകാരാണ് ഡീലിൻ്റെ ആളുകൾ. LDFന് BJPയുമായിട്ടോ മറ്റേതെങ്കിലും സംഘങ്ങളുമായിട്ടോ ഒരു തരത്തിലുള്ള ഡീലുമില്ല. ഇപ്പോൾ തവനൂരിലും BJPയുമായി ഡീലുണ്ട് എന്നുള്ളതാണ് AP അനിൽകുമാർ എന്ന് ആരോപിച്ചിരിക്കുന്നത്. അല്ല, BJPയുടെ സമുന്നതനായിട്ടുള്ള നേതാവാണ് ഇവിടെ മത്സരിക്കുന്നത്, രവി തേലത്ത്. അപ്പോൾ അദ്ദേഹം മത്സരിക്കുമ്പോൾ BJP ഞാനുമായിട്ട് ഡീൽ ചെയ്യും. ഒന്നാമതായിട്ട് എന്നെ BJPക്കാർക്ക് കണ്ടുകൂടാ. മറ്റൊന്ന്, ലീഗിനകത്ത് ഇപ്പോൾ നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അപ്പം നൂർബിന റഷീദ് രാജിവെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് കാണുന്നത്? മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്? അല്ല, നൂർബിന റഷീദ് വനിതാ ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ വനിതാ മുസ്ലിം ലീഗിനോട് ആലോചിക്കാതെ വനിതാ മുസ്ലിം ലീഗിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ലീഗ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. വനിതകൾക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വനിതാ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ദേശീയ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണമല്ലോ. അതല്ലേ അതിൻ്റെ ഒരു ശരിയായ രീതി. ഇനിയിപ്പം വളരെ കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 3 ദിവസമേ ഉള്ളൂ പരസ്യ പ്രചരണത്തിന്. അപ്പോൾ അവസാന ലാപ്പ് എങ്ങനെയായിരിക്കും? നല്ല ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിക്കും. കാരണം തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ വോട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു 10,000 12,000 ഒക്കെ ആയിട്ട് LDF ലീഡ് ചെയ്യുന്ന അവസ്ഥ വരും. എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.